ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ലാവണ്യ ക്ലാസ്സിൽ വന്ന അവളുടെ വിവാഹം എല്ലാ കുട്ടികളെയും വിളിച്ചു. അത് കഴിഞ്ഞിട്ടിറങ്ങിയപ്പോൾ അവൾ പാറുവിനെ മാത്രം പുറത്തേക്ക് വിളിച്ചിട്ട് കാശിയെ കൂട്ടി വിവാഹത്തിന് വരണമെന്ന് സ്പെഷ്യലായിട്ട് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പാറുവിന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ പോയില്ല. ലാവണ്യ വിവാഹത്തോടെ കോളേജിൽ നിന്ന് പോവുകയും ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. റോഷൻ്റെയും ആഷ്ലിയുടെയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രോജക്റ്റൊക്കെ ആയിട്ട് അവരും കോളേജിൽ നിന്നും പോയി. അവരുണ്ടായിരുന്നപ്പോൾ പാറുവിന് ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. അവരുടെ കുഞ്ഞു പെങ്ങളായിരുന്നു നമ്മുടെ പാറു. ലച്ചുവിന് മാസം അടുത്തിരുന്നു. കുഞ്ഞെപ്പോഴാണ് വരുന്നതെന്ന് നോക്കി നോക്കി ഇരിക്കുകയാണ് പാറു. ഒരു ദിവസം കാശിയും അരവിന്ദനും കൂടി പുറത്ത് പോയിരിക്കുകയായിരുന്നു. പാറുവും ലച്ചുവിൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ അമ്മേ അമ്മേ, ലച്ചു വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അയ്യോ ചേച്ചി, ലച്ചു ചേച്ചി. അവളുടെ നിലവിളി കേട്ടതും പാറു അവളുടെ അടുത്തേക്ക് ഓടി വന്നു. മോളെ, എനിക്ക് വയ്യ, വേദനിക്കുന്നു, അമ്മേ അമ്മേ വിളിക്ക്, അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പാറു ഓടിച്ചെന്ന് അവരുടെ അമ്മയെ അവിടെയൊക്കെ നോക്കിയെങ്കിലും അവരെ അവിടെ എങ്ങും കണ്ടില്ല. പിന്നെ സംശയം തോന്നി അവൾ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നതും അവർ കുളിക്കുന്ന ശബ്ദം കേട്ടു. അവൾ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചതും അവർ വിളി കേട്ടു. അവൾ പെട്ടെന്ന് അവരോട് കാര്യം പറഞ്ഞതും അവരെങ്ങനെയോ ധൃതിക്ക് കുളിച്ചിട്ടിറങ്ങി. പിന്നെ ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ വേദന കൊണ്ട് കരയുകയായിരുന്നു. മോളെ, കാശിയോ അനന്തനെയോ വിളിക്ക്, അവർ പാറുവിനെ നോക്കി പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് അവർ രണ്ടുപേരെ മാറി മാറി വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവർ രണ്ടുപേരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവരെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ വിഷമം, ലച്ചു കരയുന്നതും എല്ലാം കൂടി അവൾക്ക് ആകെ പേടി തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ. അവൾ കരഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? പ്രസവ വേദനയാ. എങ്ങനെയെങ്കിലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. മോൾ ആദ്യം ഒന്ന് വിളിച്ചു നോക്ക്, അവർ പാറുവിനെ നോക്കി പറഞ്ഞു. അമ്മേ, ആദ്യേട്ടനും ശിവചേച്ചി എവിടെയോ ബന്ധുക്കളുടെ വീട്ടിൽ പോയിരിക്കുക. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞപ്പോഴാണ് അവരും അത് ഓർക്കുന്നത്. മോളെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ സ്കൂട്ടി എടുത്ത് ജംഗ്ഷനിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് വരട്ടെ അമ്മേ? അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. അയ്യോ വേണ്ട മോളെ, കാശി പറഞ്ഞാൽ നിന്നെ വഴക്ക് പറയും, ഒറ്റയ്ക്ക് പോവണ്ട, അവരും പറഞ്ഞു. അത് സാരമില്ല, ഇപ്പം ചേച്ചിയെ മാത്രം നോക്കിയാൽ മതി അമ്മേ, ഇവിടെ അടുത്തല്ലേ, കാശിയേട്ടനും ഒന്നും പറയില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞ് അവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ അവൾ ഇറങ്ങി. പാറ സ്കൂട്ടി എടുത്തുകൊണ്ട് ജംഗ്ഷനിലേക്ക് പോയി. ഇടയ്ക്ക് കൈകൾ വിറച്ചുവെങ്കിലും അവളുടെ മൈൻഡിൽ അപ്പോൾ ലച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ജംഗ്ഷനിൽ ചെന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അമ്മേ അമ്മേ, ഓട്ടോ വന്നു, ലച്ചു ചേച്ചി കൊണ്ടുവാ, അവൾ അകത്തേക്ക് കയറി വിളിച്ചു. അത് കേട്ടതും അവളുടെ അമ്മ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നതും പാറുവും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി. അവരുടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. എല്ലാവരുടെയും മിസ് കോൾ കണ്ട് കാശിയും അനന്തനും തിരികെ വിളിച്ചു. അവരോട് രണ്ടുപേരോടും ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അധികം വൈകാതെ അവരും ഹോസ്പിറ്റലിലേക്ക് എത്തി. ഭാഗ്യലക്ഷ്മി പ്രസവിച്ചു, ആൺകുട്ടിയാ. അനന്തനും കാശിയും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നതും സിസ്റ്റർ ഇറങ്ങി വന്ന് പറഞ്ഞതും ഒന്നിച്ചായിരുന്നു. അത് കേട്ട് അനന്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാശി അവനെ മുറുക്കി പിടിച്ചു. കാശിയേട്ടാ. കാശിയെ കണ്ടതും അവൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. കാശി അവളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. നമ്മൾ വല്യച്ഛനും വല്യമ്മയൊക്കെയായി, അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും സിസ്റ്റർ ഒരു ആൺകുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. അവനെ അനന്തൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തതും അനന്തൻ അവൻ്റെ നെറ്റിയിൽ പുഞ്ചിരിയോടെയും നിറ കണ്ണുകളോടെയും ചുണ്ടുകൾ ചേർത്തു. പാറുവും കാശിയും അവളുടെ അമ്മയുമൊക്കെ കുഞ്ഞിനെ നോക്കിക്കണ്ടതിന് ശേഷം സിസ്റ്റർ കുഞ്ഞിനെ തിരികെ വാങ്ങി അകത്തേക്ക് കയറിപ്പോയി. ഭാഗ്യലക്ഷ്മിയെ എപ്പോഴും സിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുന്നത്? കാശിയാണ് സംശയത്തോടെ ആ സിസ്റ്ററിനോട് ചോദിച്ചത്. അറിയില്ല, ഡോക്ടർ പറയും സുഖപ്രസവമായിരുന്നു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ മാറ്റുമായിരിക്കും, സിസ്റ്റർ അവരെ നോക്കി മറുപടി പറഞ്ഞു. കുഞ്ഞ് അനന്തേട്ടനെ പോലെ ഇരിക്കുക അല്ലേ കാശിയേട്ടാ? പാറു എന്തോ കണ്ടുപിടിച്ചതുപോലെ കാശിയെ നോക്കി. അതെയോ? ആണോ പാറു? കുഞ്ഞ് എന്നെപ്പോലെയാണോ? അവൾ പറയുന്നത് കേട്ടതും അനന്തന് സന്തോഷമായി. നിന്റെ കുഞ്ഞ് നിന്നെപ്പോലെ ഇരിക്കാതെ പിന്നെ ആരെപ്പോലെയാടാ ഇരിക്കുന്നത്? നീ എന്താ എന്തോ അത്ഭുതം കേട്ടതുപോലെ കാശി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല കാശി. നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും അവൻ നമ്മളെപ്പോലെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അതറിയണമെങ്കിൽ നീ ഒരു അച്ഛനാവണം. സാരമില്ല, ഉടനെ ആവുമല്ലോ, അപ്പം നമുക്ക് കാണാം. അനന്തൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ്, എനിക്ക് എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ഇരിക്കുകയാണെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ പാറക്കുട്ടിനെ പോലെ ഇരിക്കുകയാണെന്ന് പറയുന്നതാ ഇഷ്ടം. കാരണം എന്തുകൊണ്ടും എന്നേക്കാൾ സൗന്ദര്യം എൻ്റെ കുഞ്ഞിനാ. എൻ്റെ കുഞ്ഞിൻ്റെ ചിരിയും കുറുമ്പും കുസൃതിയും നിറവും ഒക്കെയുള്ള ഒരു തക്കുടു വാവയാണ് എനിക്കിഷ്ടം, കാശിയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അനന്തനും ചിരിയോടെ പറഞ്ഞു.
ലച്ചുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ റൂമിലേക്ക് മാറ്റി. എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദിയും ശിവയും ഒക്കെ കുഞ്ഞിനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാറു ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാനും കുഞ്ഞും. അത് പറയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതുവരെ പാറു ചെയ്തതൊന്നും കാശിയും അനന്തനും അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്തായാലും കാശി വഴക്കു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ലച്ചുവിൻ്റെ അമ്മയും ഒന്നും പറഞ്ഞില്ല. ലച്ചു അങ്ങനെ പറയുന്നത് കേട്ടതും അവർ പരസ്പരം നോക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. കാശിയുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടപ്പോൾ അവൾ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തല കുനിച്ചു. ലച്ചുവിൻ്റെ അമ്മ അവളെ നോക്കി എന്തിനാ അത് പറഞ്ഞതെന്നുള്ള രീതിയിലാക്കി. അത് കണ്ടപ്പോഴാണ് അവൾ കാശിയെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. പാറു എന്താ ചെയ്തത്? അനന്തൻ സംശയത്തോടെ ചോദിച്ചു. അത് അത് പിന്നെ ലച്ചു എന്ത് പറയണമെന്നറിയാതെ തപ്പി. എന്താ പാറു, എന്താ നീ ചെയ്തത്? കാശി അവളോട് ചോദിച്ചതും അവൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം അവനെ പറഞ്ഞു കേൾപ്പിച്ചു. കാശിയുടെ കയ്യിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും കേൾക്കാമെന്ന് കരുതി പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു പാറു. റൂമിലുണ്ടായിരുന്ന എല്ലാവരും കാശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാശി അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും അത്ഭുതത്തോടെയും അതിശയത്തോടെയും അവനെ നോക്കി. കാശിയേട്ടാ, ഇത് തൻ്റെ കാശിയേട്ടൻ തന്നെയാണോ എന്നുള്ള സംശയത്തിൽ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നീ വലിയ പെണ്ണായല്ലോ പാറു, അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതാണേ, ദേ ഒറ്റയ്ക്ക് പോയി ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വരുന്നു, അത് സ്കൂട്ടിയിൽ. ഇനി എന്ത് വേണം? ആദ്യം അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ പാറു, ഒന്ന് കോളേജിൽ പോയപ്പോഴേക്കും നീ അങ്ങ് ധൈര്യശാലിയായല്ലോ. ഇവള് വലിയ പെണ്ണായിപ്പോയി കാശി, അനന്തൻ ചിരിയോടെ പറഞ്ഞു. ഞാൻ വലിയ പെണ്ണൊന്നും ആയില്ല, ഞാൻ എപ്പോഴും കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണാ അല്ലേ കാശിയേട്ടാ? എല്ലാവരും അവൾ വലിയ പെണ്ണായിപ്പോയി എന്ന് പറയുന്നത് കേട്ടതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ലച്ചുവിനെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. ധ്യാനെ, വാവേ, നോക്കിക്കേ, വലിയമ്മേ നോക്കടാ, പാറു അവനെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. അനന്തൻ്റെ ലച്ചുവിൻ്റെ മോൻ്റെ പേര് ധ്യാനെന്നായിരുന്നു. ആര്? വലിയമ്മയോ? അത് കേട്ടതും കാശി ചിരിച്ചു. അവൾ കുറുമ്പോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി. കാശിയേട്ടൻ വലിയച്ഛനാകുമ്പോൾ ഞാൻ വല്യമ്മയാവില്ലേ? അവൾ സംശയത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇതൊക്കെ ഓക്കെ, പക്ഷെ കുഞ്ഞ് വല്യമ്മയായെന്ന് കേട്ടപ്പോൾ ഒരു സംശയം, അവൻ ചിരിയോടെ പറഞ്ഞു. പോ കാശിയേട്ടാ. അവൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ കുറുമ്പോടെ അവനെ നോക്കി പറഞ്ഞു. കാശിയേട്ടാ, കൊച്ചിനെ കളിയാക്കാതെ. കണ്ടാലൊരു ചെറിയമ്മയാണെങ്കിലും പാറ കുഞ്ഞിൻ്റെ വലിയമ്മയല്ലേ? അത് കേട്ടതും ലച്ചുവും അവൻ്റെ കൂടെ ഏറ്റു പറഞ്ഞു. അതെ, വലിയ അമ്മയാണ്. കാശിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടതും പാറു അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അവൻ ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ കൊടുത്തു. അത് കണ്ട് അവളുടെ മുഖം ചുവന്നു. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി. ശിവയുടെ ക്ലാസ്സൊക്കെ തീരാറായി. ഇപ്പോൾ അവൾക്ക് പ്രോജക്റ്റ്. ആദിയുടെ കമ്പനിയിൽ തന്നെയാണ് അവൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. പാറു ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. കാശിയുടെ കൊഞ്ചിക്കലിനും വാത്സല്യത്തിനും ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. പാറു കുറച്ചൊന്നും മെച്ചുവേർഡ് ആയിട്ടുണ്ട്. എന്നാലും കാശിയുടെ മുമ്പിൽ അവൾ കൊഞ്ചൽ തന്നെയാണ്. കോളേജിൽ പോയതിനു ശേഷം കുറച്ചൊക്കെ മാറ്റം അവൾക്കുണ്ട്. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. കാശിയേട്ടാ, അവൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്ന അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. പറയടാ, അവൻ തിരികെ പറഞ്ഞു. കാശിയേട്ടാ, ഞാൻ എപ്പോഴും ചിന്തിക്കും, ഏട്ടൻ അന്ന് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നോ എന്ന്. ഇത്ര ഹാപ്പി ആയിട്ട് അച്ഛനും അമ്മയൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്നറിയോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. അത് ദൈവം ഇല്ലെന്നാ കാശിയേട്ടാ ഞാൻ കരുതിയേ. അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് അമ്പലത്തിലേക്ക് എല്ലാ ആഴ്ചയും ഞാൻ പോയി പ്രാർത്ഥിക്കുന്നത് എന്നും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേന്നായിരുന്നു. പക്ഷേ എന്നിട്ട് അവരെന്നെ വിട്ടു പോയപ്പോൾ ഞാൻ കരുതി ദൈവം ഇല്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നോ? പക്ഷെ അന്ന് ഏട്ടൻ അവിടെ വന്നപ്പോഴും പിന്നെ കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണായപ്പോഴും എനിക്ക് മനസ്സിലായി, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചെങ്കിലും എന്നെ വിട്ടവർ പോയിട്ടില്ല എന്ന്. അവർ കാശിയേട്ടൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചതാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ദൈവമുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. ദൈവം ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നത്. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചുരുണ്ടുകൂടിയിരുന്നു. അവൻ അവളെ ആദ്യമായിട്ട് കണ്ടത് അവിടെ വെച്ചല്ലതും നാളുകളായിട്ട് അവൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത് അവളുടെ മുഖമാണെന്നും അവൻ അവളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും അവൻ കരുതി അവരുടെ പ്രണയത്തിൻ്റെ പ്രതീകം അവളുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്ന നാളിൽ ആ കുഞ്ഞു വയറിൽ ചുംബിച്ചുകൊണ്ട് അവളോട് അതൊക്കെ തുറന്നു പറയാമെന്ന് അവൻ തീരുമാനിച്ചു. കാശിനാഥനെ നാളുകളായിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ കുഞ്ഞു പെണ്ണെന്ന സത്യം. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി ശിവ കുളിച്ചിട്ട് തല തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ പുറകിൽ ചെന്ന്
അവളുടെ ഇടുപ്പിൽ കൂടി ഇരു കൈകൾ ചുറ്റി അവളുടെ കഴുത്തിൽ താടി ഊന്നിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ ചിരിയോടെ തല ചരിച്ചു വെച്ച് അവനെ നോക്കി. അവളുടെ നിറഞ്ഞ ചിരി കണ്ടതും അവൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ അവൻ്റെ നേരെ പിന്നെ അവൻ്റെ കവിളിലും അവൾ ചുണ്ടുകൾ ചേർത്തിരുന്നു. അവൻ അവളുടെ ചെറിയ നനവോടെ ഇരിക്കുന്ന മുഖത്തുകൂടി വിരൽ കൊണ്ട് തഴുകി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ അവളുടെ കീഴ്ചുണ്ടിൽ അവൻ്റെ തള്ളവിരൽ കൊണ്ട് പതിയെ തഴുകി. ഓപ്പൺ യുവർ ഐസ് ശിവ, അവൻ അരുമയായി അവളോട് പറഞ്ഞതും അവൾ പതിയെ അവളുടെ കണ്ണുകൾ തുറന്നു. അവൻ ചിരിയോടെ അവളുടെ ഇരു കണ്ണിലും ചുണ്ടുകൾ ചേർത്തു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ നെറ്റിയിലും ഇരു കവിളിലും ചുണ്ടുകൾ ചേർത്തിരുന്നു. പിന്നെ അവളുടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് മുഖം അമർത്തി അവളെ ചുംബിച്ചതും അവൾ അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. അവൻ പെട്ടെന്ന് അവളെ തൻ്റെ ഇരു കൈകളിലും പൊക്കിയെടുത്തു. ആദ്യേട്ടാ, അവൾ കുറുമ്പോടെ അവനെ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ അവളെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അവളിലേക്ക് അവൻ അമർന്നു. അവളുടെ നെറ്റിയിലും കവിളിലും കണ്ണുകളിലും ഒരിക്കൽ കൂടി അവൻ ചുണ്ടുകൾ ചേർത്തു. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ മുഖവും അടുപ്പിച്ചു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവൻ്റെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു.